ശ്രീ സീത് പെരുമന ഇന്ന് ആ നാട്ടുകാർ കൊന്നേ തീരൂ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പുറത്ത് നോക്കുന്ന ആളുകൾക്ക് അയ്യോ എന്തൊരു ഹിംസാത്മക മുദ്രാവാക്യം എന്ന് തോന്നിയേക്കാം. ഈ നരഭോജിക്കര് കടുവ വെടിവെച്ച് കൊല്ലണം എന്ന് ഷാനവാസിന്റെ കൂടെയുള്ളവർ പറയുന്നത് സീത് പെരുമന ഷാനവാസിന്റെ കൂടെയുള്ളവർ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിനവരുടെ ഉള്ളിൽ പ്രാണഭീതിയാണ്. അതിനു മുമ്പ് ഒറ്റ വർഷം മാത്രം മുമ്പ് വാഗേരിയിലെ ഒരു പ്രജീഷ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു മുന്നനുഭവം അവർക്കുണ്ട്. അവർക്കിനിയും മനുഷ്യരെ കടുവയുടെ വായിൽ കൊടുക്കാനില്ല. അത് ശരിയായ നിലപാടല്ലേ സീത് പെരുമന? ആഷ്മി വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ അരാഷ്ട്രീയത പടർത്തുന്നതിൽ വലിയൊരു പങ്ക് ഹാഷ്മിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആത്മവിമർശനാത്മകമായിട്ട് തന്നെ ചിന്തിച്ചോളൂ. കാരണം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റണം. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പിന്നെ ഈ ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ ഇന്ന പ്രോട്ടോക്കോൾ പാലിക്കണം, ഇന്ന കാര്യങ്ങളൊന്നും. ആഷ്മി 100 മുതൽ IPC 100 മുതൽ 107 വരെയുള്ള, ഇവിടെ ഒരുപാട് അഭിഭാഷകരായിട്ടുള്ള അസ്കർ സർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, 100 മുതൽ 107 വരെയുള്ള വകുപ്പുകൾ പറയുന്നത് നമുക്ക് ഒരു എന്താണ്, നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാൾ, അതായത് ഒരു മനുഷ്യനെ കൊല്ലാൻ വരുന്നു എന്ന്, നമ്മളെ കൊല്ലും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ പോലും അതൊരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ അവരെ കൊല്ലാം എന്നുള്ള ഒരു നിയമമുള്ള രാജ്യമാണ് നമ്മുടേത്. മറ്റേ ഈ 78(2) നിയമം ആഷ്മി പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് അതിനെ കേജിങ് അല്ലെങ്കിൽ ട്രാങ്കുലൈസ് ചെയ്യുക, പിടിക്കുക, അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുക, ഇതൊന്നും പറ്റിയില്ല എങ്കിൽ ഈ കടുവ തന്നെയാണ് ഈ ആളെ കൊന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം അൾട്ടിമേറ്റ്ലി വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ്. ആഷ്മി നിയമത്തെയൊന്നും പിന്നെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ കിഫക്കാരുടെ കാര്യമൊന്നും പറയണ്ട. കിഫക്കാരുടെ വക്കാലത്ത് ആഷ്മി ഏറ്റെടുക്കുകയും വേണ്ട. കാരണം ഈ പറയുന്ന പ്രദേശവാസി എന്ന് താങ്കൾ കാണിച്ചിരിക്കുന്ന ആളുടെ 6 കിലോമീറ്റർ ഇപ്പുറത്താന്നേ. അത് മാത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന് ജീവിച്ചത്, ഞാനൊക്കെ പിന്നെ എൻ്റെ 1ാം ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയാണ്. എനിക്ക് സ്ഥലമില്ല. ഞാനൊരു പുറംപോക്കിൽ ജനിച്ചു വളർന്ന ആളാണ്. ആ പുറംപോക്ക് എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലാണെന്ന് ആഷ്മി 1986 അതായത് ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്തിനുപ്പുറം കടുവയെ കാണും, ആനയെ കാണും. ഈ ഒരു കടുവയും നാളെ രാവിലെ ശ്രീത് പെരുമനെ വന്ന് ആക്രമിക്കാം, അത് രാവിലെ പിന്നെ രാധയെ വന്ന് ആക്രമിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി ആക്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളല്ല. മാൻ ഈറ്റേഴ്സേ അല്ല അവര്. കടുവയുടെ വീട് ആരും എന്റെ വീടിന്റെ തൊട്ട അയൽവാസിയായിട്ടുള്ള ആളാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ സീത് പെരുമനയ്ക്ക് സംശയം, നമ്മൾ ഈ 2011 മുതൽ 2020 ജനുവരി വരെ കൊല്ലപ്പെട്ടത് 1523 പേർ എന്ന വനം വകുപ്പിന്റെ കണക്ക് കൊടുത്തു. അത് അടക്കം സീത് പെരുമനയ്ക്ക് സംശയമാണ്. ഇപ്പൊ സീത്ത് എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല, കറക്റ്റാ, ഒരു തെറ്റുമില്ല. വയനാട്ടുകാരനാണെന്ന് പറയുന്ന സീത്തിന് വരെ സംശയമാണ്. 2011 മുതൽ 2025 വരെ. അല്ല, വനംവകുപ്പ് തന്നാ സീത്തെ കുറ്റം പറയാൻ പറ്റില്ല. അല്ലല്ല, അത് വനംവകുപ്പിന്റെ കണക്കാ സീത്തെ, അത് വനംവകുപ്പിന്റെ കണക്കാ. സംശയമുണ്ടോ? എന്റെ ആഷ്മി, ബേസിക് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളെ അറിയാതെ വെറുതെ അത് വനം വകുപ്പിന്റെ കണക്കാണ്. അത് വനം വകുപ്പിന്റെ കണക്കാണ്. ഞാൻ അയച്ചു തരണോ? ഇപ്പൊ കറക്റ്റായി. അലക്സ് ഒഴുകയിൽ ആഷ്മിക്ക് കൊടുത്തു. ആഷ്മി ആ വിവരാവകാശം വെച്ചു കൊടുത്തു. എന്റെ അടുത്ത് കൊണ്ടുവന്നേ എന്റെ വാർത്ത നാളെ പ്രസിദ്ധീകരിക്കാൻ ആഷ്മി തയ്യാറാണ്. താങ്കൾക്ക് വനം വകുപ്പിന് കണക്ക് വേണോ? ഓരോ വർഷം എത്ര ആൾ കൊല്ലപ്പെട്ട വനം വകുപ്പിന് വകുപ്പ് വേണോ? അലക്സ് ഒഴുകയിൽ വനം വകുപ്പിന് കണക്ക് വേണോ ശ്രീ പെരുമനയ്ക്ക്? ഞാൻ അയച്ചുതരാം. അറിയാത്ത കാര്യത്തിൽ കയറി തർക്കിക്കല്ലേ ശ്രീത്തെ? വേണം, നിർബന്ധമായിട്ടും വേണം. നിങ്ങളുടെ ചാനലിലേക്ക് ആഷ്മിയെ കിട്ടാത്തപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചു ചോദിച്ചു. തന്നതിന് ശേഷം ബോധ്യപ്പെട്ടാൽ താങ്കൾ ഫേസ്ബുക്കിൽ എന്നെയോ എന്തൊക്കെയോ പറഞ്ഞു താങ്കൾ ഇടുകയാണ്. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, ഞാൻ അയച്ചു തരാം. അതിനുശേഷം ബോധ്യപ്പെട്ട് തിരുത്തിയാൽ മതി. താങ്കളെ ഞാൻ ഫേസ്ബുക്കിൽ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അല്ല, ഞാൻ പറയാം, ഞാൻ അയച്ചുതരാം. ഞാൻ കൃത്യ കണക്കിനോട് അയച്ചുതരാം. ഞാൻ കൃത്യ കണക്കയച്ചത് ബോധ്യപ്പെട്ടാൽ മതി. താങ്കൾ ഷാനവാസ് എന്താ? ഹലോ ആഷ്മി, ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ അടി കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളുള്ളത്.
മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് എൻ്റെ ഒരു പിന്നെ പൗരൻ എന്ന രീതിക്ക് ഞാൻ പറയാണ്, ഇത്രയും കാലം ഞങ്ങളിവിടെ ജീവിച്ചു വളർന്നത് 10-28 വയസ്സായി. ഇന്ന് വരെ ഈ കടുവയുമായിട്ടുള്ള ഒരു വിഷയം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ പിന്നിൽ തക്കതായ ഗൂഢാലോചന ഉണ്ട് എന്നാണ് എനിക്കെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് ഈ വയനാടിനെ മൊത്തം വന്യജീവി സങ്കേതമാക്കാനും ഇവിടെയുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ഒരു നരഭോജി ഒന്നോ രണ്ടോ കടുവയെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 പേരങ്ങ് കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് മടുപ്പ് വരും. അപ്പോൾ വീടോ സമ്പത്തോ സ്വത്തോ ഒന്നും ആർക്കും പ്രശ്നമില്ല. ജീവനോളം വലുതല്ലല്ലോ ഒന്നും. സ്വന്തം പിന്നെ മക്കളുടെ മുമ്പിലിട്ട് അമ്മയെ വേർതിരിക്കുന്നതും സ്വന്തം പിന്നെ മക്കളെ വേർതിരിച്ച് കാണുന്ന രൂപത്തിൽ കാണുമ്പോൾ എല്ലാം ഇട്ടുവിടുന്ന ആളുകൾ ഉപേക്ഷിക്കും, കിട്ടിയ പൈസ കൊടുത്ത് ഒഴിവായി പോവും. അത്തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് സർക്കാർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബലമായ സംശയം ഇന്നത്തെ അവിടെ നടന്ന പിന്നെ ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ്. കാരണം നാടകീയ രംഗങ്ങൾ അവരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്തരത്തിൽ മുഖത്ത് നോക്കി വിഷമിച്ചിരിക്കുന്നവന്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയിട്ട് വിഷമിച്ചിരിക്കുന്നവന്റെ അമ്മ പോയ പിന്നെ സ്വന്തം അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പറ്റാതെ എൻ്റെ ഉറ്റ സുഹൃത്താ, എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചത് അവരുടെ മോന്, രാധ എന്ന് പറയുന്ന ആളുടെ മോന്, സ്വന്തം അമ്മയുടെ മുഖം ഒന്ന് കാണാൻ പോലും കഴിയാതെ വെറും പെട്ടിക്കുള്ളിലാക്കിക്കൊണ്ട് ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ അത് കണ്ടത്. സ്വന്തം അമ്മയെന്ന് കൊണ്ട് വിളിച്ചുകൊണ്ട് ഒരു മുത്തം കൊടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇന്ന് എന്താക്കിയത് ആ മൃതദേഹം പോയത്. ഇനി ഒരുപാട് പേര് ഇത്തരത്തിലാണെങ്കിൽ ഈ വയനാട് ജില്ലയിൽ ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ രക്തം ഈ നരഭോജി കടുവകൾ കുടിച്ചേ തീരൂ. അത് കുടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കളി കാണുമ്പോഴും ഞങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, ചോറ് തിന്നുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് തിരിയില്ലേ, ഞങ്ങളുടെ കണ്ണിൽ നോക്കി ഞങ്ങളെ നുണ പറഞ്ഞ് കബളിപ്പിക്കുക ഇവര്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്കിത് വന്യജീവി സങ്കേതമാക്കണം. അതിന് വേണ്ടിയിട്ട് പച്ച പെയിന്റ് അടിച്ച് 6 മണിയാകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കൂടുന്ന ഒരു കണ്ടീഷൻ ആക്കണം. അതും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട്ടുപോകും നിവർത്തിയില്ലാതെ. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് വേണം? ഇവർക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതിനുള്ള മുന്നൊരുക്കമാണ് ഇമാതിരി നരഭോജി കടുവകൾ ഇവിടെ കൊടുന്ന് ഇടുന്നത് എന്നില്ല ഒരു സംശയവുമില്ല. മനുഷ്യന് ഭയം വന്നു കഴിഞ്ഞാൽ ജീവന് പ്രാണി, അതായത് സ്വന്തം കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന മക്കളെ ഈ കോലത്തിൽ കാണാൻ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് കഴിയുമോ? ഒന്ന് പറ. നിങ്ങളെ ചർച്ചല്ല അവിടെ നിൽക്കട്ടെ. ആർക്ക് കഴിയും? ഈ സിറ്റിയിലിരുന്നു കൊണ്ട് ഫ്ലാറ്റിലിരുന്നു കൊണ്ടും ഈ കഥകൾ വിളമ്പുന്നവർക്ക് ഒരു 10 ദിവസം അവർ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടെ വരാൻ പറ. നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ അവരോട്. ഈ നരഭോജി കടുവകൾ പാഞ്ഞ് നടക്കുന്ന അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ. ഒന്ന് നിന്നിട്ട് അവർ പറയട്ടെ, ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ, അതുകൊണ്ട് കടുവ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്റെ അടുത്തോടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് അവർ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്? ഇവിടെ ഉള്ളവരെ കണ്ണീരൊപ്പാൻ കഴിയാതെ സാർ നിയമമൊക്കെ ശരിയാണ്. ഒരു മിനിറ്റ് ഇവ ഈ രാജ്യത്തിന്റെ ഒരു മിനിറ്റ് സാറേ ഞാനും പറയട്ടെ ഷാനവാസ് ഈ ദിവസങ്ങളിൽ ഷാനവാസ് ഇടപെടുമ്പോൾ ആലോചിക്കണം. ഷാനവാസിന്റെ വികാരം ഷാനവാസ് നോക്കുന്നത് കണ്ട ആളാണ്. ഷാനവാസ് പിഞ്ഞി പറഞ്ഞ് മുഖവും തലയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യ ശരീരം ചെറുകിടക്കുന്ന നേരിട്ട് കണ്ട ആളാണ്. അത് വാരിയെടുത്ത ആളാണ്. അവരുടെ ഭർത്താവ് ബോധം കെട്ട് വീഴുന്ന കണ്ട ആളാണ്. സംസ്കരിച്ച ആളാണ്. ആ വൈകാര്യം നമ്മൾ മുതലെടുക്കണം. ഇനി ഷാനവാസ് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു സംശയവുമില്ല. എന്റെ അമ്മയ്ക്കും എന്റെ പെങ്ങൾക്കും എന്റെ കുടുംബത്തിലോ നാളെ വരും, വയനാട്ടിൽ വരും. അവിടെയാണ് ഞാനും താമസിക്കുന്നതേ. ഇവരുടെ അതേപോലെയാണ് ഞാനും താമസിക്കുന്നത്. ആ ഒരു അനിശ്ചിതാവസ്ഥ എനിക്കും ഉണ്ടെന്നേ. പക്ഷെ അവിടുത്തെ ഒരു കാര്യം, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ. എൻ്റെ വീടിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടെന്നേ. തൊട്ടടുത്തുള്ള ഒരു മന്ത്രിയാണ്, എൻ്റെ വീടിൻ്റെ അയൽവാസിയാണ്, എൻ്റെ അയൽവാസിയാണ് ശ്രീ OR കേളു. അദ്ദേഹം ഉണ്ടെന്നേ. അദ്ദേഹം ഇച്ഛാശക്തിയോടുകൂടെ ഇന്ന് ആക്ട് ചെയ്യണം. എന്താ ആക്ട് ചെയ്യേണ്ടത്? എന്താണ് 72 നിയമം മാറ്റാണെന്നും OR കേളുവിനോ അല്ലെങ്കിൽ പിന്നെ ഈ സർക്കാരിനോ കേന്ദ്ര നിയമമാണെന്നേ. റെയിൽവേയും വ്യോമയാനവും പിന്നെ ഫോറസ്റ്റും ഇതെല്ലാം കേന്ദ്രത്തിന്റെ. അല്ലല്ല പറയട്ടെ ആഷ്മി പറയട്ടെ. മാറ്റാൻ വേണ്ടി പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നാട് മുഴുവൻ സകല ജീവികൾ ഇറങ്ങി മനുഷ്യന്മാരെ കൊന്നു തീർക്കുക, എന്നിട്ട് നിയമം മാറ്റാൻ പറ്റില്ല. അതെന്താണ് മാറ്റാൻ പറ്റാത്തത്? മാറ്റണം. എവിടെ 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 അല്ലല്ല ശ്രീത്ത് പറഞ്ഞു തരുമോ? എന്നാ ശ്രീത്ത് പറഞ്ഞു തരുമോ? ഈ കടുവയാണ് കൊന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു മിനിറ്റ് ഇല്ലെന്നേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ആഷ്മി എന്തിനാ ഈ ഘോരം ഈ വിളിച്ചിട്ട് ഈ കിഫയുടെ ഈ വക്കാലത്തും എടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ വയനാട്ടുകാരനാണെന്ന് പറയും. ഈ വേദന മൊത്തം മനസ്സിലാക്കുന്ന ആണെന്ന് പറയും. എന്നാ കടുവയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ആഷ്മി പറയണേ അതെന്ത് നിലപാടാ ശ്രീത്ത്? ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കുക.
ഞാൻ തിരികെത്താം മനസ്സിലാക്കാൻ ശേഷം മനസ്സിലായില്ല ഹാഷ്മി. എന്ന് ഏതൊരു ഒരു നിലപാട് നിൽക്ക്. ഒന്നീ വയനാട്ടുകാരനാണ് അവിടുത്തെ മനുഷ്യർക്കൊപ്പം എന്ന് പറ, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്കൊപ്പം എന്ന് പറ. ഒരു നിലപാടേ ഉള്ളൂ. ഹാഷ്മി ഏതാണ് നിലപാട്? കടുവയെ കാണിച്ചു കൊടുക്കും. അല്ല, നമുക്ക് വയനാട്ടിലെ മുഴുവൻ കടുവകളെയും കൊല്ലാം ഹാഷ്മി. നമുക്ക് വയനാട്ടിലെ മുഴുവൻ നാട്ടിലോട്ടിറങ്ങി മനുഷ്യരെ കൊല്ലുന്ന കടുവയെ കൊല്ലണം. എണ്ണം ഉണ്ടല്ലോ. നാട്ടിലോട്ടിറങ്ങി മനുഷ്യരെ എന്താണ് കൊന്നു തീർന്ന കടുവയെ കൊല്ലണം. ഒരു തർക്കമാക്കരുത്തില്ല. മുഴുവൻ കടുവകളെ അങ്ങ് കൊല്ലാം. അതല്ല അല്ല നാട്ടിലോട്ടിറങ്ങുന്ന മനുഷ്യനെ ആക്രമിക്കുന്ന കടുവയെ കൊല്ലണം. ഇവിടെ മനുഷ്യാവകാശങ്ങൾ കഴിഞ്ഞിട്ടും അതേ മൃഗത്തിന്റെ അവകാശം. ഞാൻ തിരികെ അതിൽ ആർക്കാ സംശയം? താങ്കൾക്കാണ് സംശയം. അതുകൊണ്ടാണ് ഇടവേള.